ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റിയുള്ള കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരും വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, എത്ര ഹാർവെസ്റ്റ് കിട്ടും, അങ്ങനെ കുറേ ഡൗട്ട്. എനിക്ക് ഇതിനെപ്പറ്റി വളരെ ആധികാരികമായിട്ടൊന്നും അറിയില്ല, കാരണം നമ്മളും പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഞാനിതിപ്പോൾ വെച്ചിട്ട് 5 വർഷമായി. ഞാനല്ല, മമ്മിയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഓൾമോസ്റ്റ് 5-6 വർഷമായി. അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കാറുണ്ട്. മമ്മിയാണ് കൂടുതൽ ഇതിന് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത്. ബട്ട് ഞാനും നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ നോക്കാറുണ്ട്. പോയിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ട്രിമ്മിങ്ങും പിന്നെ ചെറിയ രീതിയിൽ വളമിടുന്നതും വാട്ടർ ചെയ്യുന്നതൊക്കെ ഞാനാണ്. അപ്പോൾ കുറച്ചൊക്കെ എനിക്കും അറിയാം. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേജ്, ബഡായിട്ട് വരുന്നത്. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആ പൂവ് ഒന്നും കൂടി വിടരും. കൂടുതൽ ഫ്രൂട്ടിങ് സീസൺ എന്ന് പറയുന്നത് ഒരു ജൂൺ ടു സെപ്റ്റംബർ ത്രൂ ഔട്ടായിട്ട് നമുക്ക് ഫ്രൂട്ടിങ് ഉണ്ടാവാറുണ്ട്. ആദ്യത്തെ ഫ്രൂട്ട് വരുന്ന സമയത്ത് പലതും കൊഴിഞ്ഞു പോകാറാണ് പതിവ്. നല്ല ചൂടായിട്ടും പിന്നെ മഴയുടെ സമയത്തും ചെറുതായിട്ട് കൊഴിയാറുണ്ട്. അത് വളരെ നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യമാണ്, അത് പേടിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നന്നായിട്ട് നമുക്ക് കായ് പിടിച്ച് കിട്ടാറുണ്ട്. ഒരു ബഡ് ഉണ്ടായതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 28 ദിവസം പിടിക്കും നമുക്കത് ഫുള്ള് കായായിട്ട് ഒരു വലിയ ഡ്രാഗൺ ഫ്രൂട്ടായിട്ട് കിട്ടാൻ. ഇപ്പോൾ ഈ കാണുന്ന മഞ്ഞ ഓൾമോസ്റ്റ് അളിഞ്ഞു പോയി, അത് നമുക്ക് കിട്ടത്തില്ല. ഈ 2 നല്ലതാണ്. അത് രാത്രിയിലെടുത്തൊരു ഷോട്ടാണ്. അപ്പോൾ പൂവ് രാത്രിയിലാണ് കൂടുതൽ വിടരുക. അപ്പോൾ എനിക്ക് പൂ വിടരുന്ന ഒരു വീഡിയോ ഇതിനകത്ത് കിട്ടിയിട്ടില്ല. അതിൻ്റെ സ്റ്റേജസ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഇത് അത്യാവശ്യം ചെറുതായൊന്ന് വലുതാവുന്ന സ്റ്റേജാണ്. ഇനി നെക്സ്റ്റ് പൂ വിടരാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇത് കുഞ്ഞു ഗ്രോ ബാഗ്സിലും വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ചട്ടികളിലും വെച്ചിട്ടുണ്ട്. ആക്ച്വലി വെക്കേണ്ട രീതി ഇങ്ങനെയല്ല. നമുക്കിത് വെക്കുന്ന സമയത്തും വലിയ ധാരണയൊന്നും ഉണ്ടായില്ല. അപ്പം സാധാരണ ആൾക്കാർ ഈ സൈഡിൽ കൂടെയൊക്കെ ഗ്രോ ബാഗിൽ വെച്ച് അങ്ങനെ മതിൽ കൂടെ അങ്ങ് പടർത്തി ഇടാറാണ്. നമ്മളും അങ്ങനെ തന്നെ ചെയ്ത്. പക്ഷെ നന്നായിട്ട് ഞങ്ങൾക്ക് ഹാർവെസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ പോകെ അതൊരുപാട് വളരാൻ തുടങ്ങി. അപ്പോൾ വളരുന്ന സമയത്തും കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ സൈഡിലോട്ട് പോകുന്ന സമയത്തൊക്കെ ഒരുപാട് ബ്രാഞ്ചസ് അങ്ങ് താഴത്തോട്ട് ഇടുമ്പോൾ കാണാനൊരു ഭംഗിയില്ല. പിന്നെ ഹാർവെസ്റ്റ് ചെയ്യാനും ചില സമയത്ത് ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പോൾ പിന്നെ ചിലത് ഞങ്ങൾ ഈ രീതിയിൽ പോട്ടിൽ വെച്ചിട്ട് സെൻറ്ററിൽ PVC പൈപ്പ് കൊടുത്തിട്ടാണ് പ്രോപ്പറായിട്ട്. ശരിക്കും ഞാൻ സൈഡിലൊരു പിക്ചറിൽ കൊടുക്കാം. ആ രീതിയിലാണ് നടേണ്ടത്. നല്ല വലിയൊരു ഡ്രം എടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് നടേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ തെറ്റ് ചെയ്യാതിരിക്കുക. വെക്കുമ്പോൾ തന്നെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് റീപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. കാരണം പിന്നെ ഇത് റീപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. സ്പെഷ്യലി ഇതിന് തോൺസ് ഉണ്ട്. അപ്പം ആ മുള്ളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പിടിക്കാനും ഒന്ന് മാറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വെക്കുന്ന സമയത്ത് നിങ്ങൾ 1-2 ചെടികൾ, റോയൽ റെഡ് ആണ് ഏറ്റവും നല്ല വെറൈറ്റി, നല്ല പിങ്ക് ഫ്രൂട്ടാണ്, ഭയങ്കര മധുരമാണ്. അപ്പം അത് നിങ്ങൾ 1-2 ചെടി വെച്ചാൽ മതി. ഒന്ന് വെച്ചാൽ തന്നെ വലിയൊരു ഡ്രമ്മിൽ അത്യാവശ്യം നിങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ള കിട്ടും. ഇതാണ് ഇതിൻ്റെ പൂ, കാണാൻ നല്ല ഭംഗിയാണ്. അത് പൂമ്പൊടിയാണ്. അപ്പം നിങ്ങൾക്ക് സ്ഥലം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി വലിയ പോട്ടിലെടുത്തിട്ട് അതിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സെൻറ്റർ ഒരു പോൾ PVC പൈപ്പ്, കുറച്ചും കൂടി തിക്കർ PVC പൈപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ വെച്ചാലും നന്നായിട്ട് അത്യാവശ്യം ഹാർവെസ്റ്റ് ഉണ്ടാവും. പിന്നെ പല ആൾക്കാരും പുറത്ത് ഫ്രൂട്ട്സ് കഴിച്ചിട്ട്, ഈ റെഡ് ഫ്രൂട്ടൊക്കെ കഴിച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് തീരെ മധുരമില്ല, കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ വീട്ടിലത് വളർത്തി നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ലൈക്ക് സ്വീറ്റർ ദാൻ മാംഗോ എന്നൊക്കെ പറയും. ബട്ട് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഞാനും പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്, വൈറ്റും കഴിച്ചിട്ടുണ്ട്, പിങ്കും കഴിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ന്യൂട്രൽ ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും ഇതിനകത്ത് മധുരമൊന്നുമില്ല. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്താണ് ഇറ്റ്സ് സോ സ്വീറ്റ്. അത് നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ആൾക്കാരുടെ നിന്ന് ചിലപ്പോൾ കഴിച്ചാലേ അറിയത്തുള്ളൂ. കമേഴ്ഷ്യലി വളരുന്ന ഡ്രാഗൺ ഫ്രൂട്ട്സ് തീരെ സ്വീറ്റർ അല്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഒട്ടും ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. അത് ജസ്റ്റ് ആ കളറൊന്നും ഉണ്ടാവും. നമ്മൾ സ്മൂത്തീസൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടായിരിക്കും, ബട്ട് അതല്ലാതെ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. ബട്ട് നിങ്ങൾ ഈ ഒരു പ്ലാന്റിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. റോയൽ റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഞങ്ങളിവിടെ കൂടുതൽ വെച്ചിരിക്കുന്നത്. അതല്ലാതെ ഒരു 10-15 വെറൈറ്റീസ് ഞങ്ങൾ പുതിയതായിട്ട് വെച്ചിട്ടുണ്ട്. യെല്ലോ, പെലോറ, അങ്ങനെ കുറേ വെറൈറ്റീസ്. അപ്പോൾ എല്ലാത്തിനും ഒരുപോലെ എല്ലാ ടേസ്റ്റ് നമുക്ക് വളർന്നു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ. ചിലതിന് പുളിപ്പുണ്ടാവും, ചിലതൊരു കോക്കനട്ടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അത്യാവശ്യം ഞങ്ങൾക്ക് വലിയ സൈസിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് എപ്പോഴും കിട്ടാറുണ്ട്. അതിനൊരിക്കലും നമുക്കൊരു കുറവുണ്ടായിട്ടില്ല. ആൻഡ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ്. നൈഫൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളിലോട്ട് പോവും. മാംഗോൻ്റെ ടൈപ്പൊക്കെ തന്നെയാണ്, അല്ല അത്രയും സോഫ്റ്റാണ്. ഇതുകൊണ്ട് നിങ്ങളൊരു സ്മൂത്തി അല്ലെങ്കിൽ ജ്യൂസൊക്കെ അടിക്കുകയാണെങ്കിൽ ഒരു തരി പഞ്ചസാര പോലും നിങ്ങൾ എക്സ്ട്രാ ഇടേണ്ട ആവശ്യമില്ല. കാരണം അത്രയും സ്വീറ്റ് ആയിരിക്കും. ട്രസ്റ്റ് മീ വെൻ ഐ സേ ഇറ്റ്സ് സ്വീറ്റ്, ഇറ്റ്സ് ലൈക്ക് അത്രയും സ്വീറ്റാണ്. ഒരു മാംഗോൻ്റെ അത്രയും സ്വീറ്റ് തന്നെയാണ് ഇത്.
അത് വീട്ടിൽ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ ഒന്ന് പോയി കഴിച്ചു നോക്കുക. അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ. കൊമേഴ്ഷ്യലി ഞാൻ വീണ്ടും പറയുകയാണ്, അത് വെച്ച് നിങ്ങൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിനെ ജഡ്ജ് ചെയ്യരുത്. ഡ്രാഗൺ ഫ്രൂട്ട് വളരെ ലോ മെയിൻ്റനൻസ് ആയ ഒരു പ്ലാന്റ് ആണ്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് വളർത്താം. എൻ്റെ മമ്മിക്ക് ഒരു നഴ്സറി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ സ്റ്റെമ്മും ഒക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ താഴത്തെ മമ്മിയുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെം കട്ടിങ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ഇല്ലെങ്കിൽ ഒരു സ്റ്റെം കട്ടിംഗ് എങ്കിലും നിങ്ങൾ വാങ്ങിച്ച് വെക്കുക. നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം അത്രയും ടേസ്റ്റി ഉള്ളൊരു ഫ്രൂട്ടാണിത്. അപ്പോൾ അത്ര തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.